സഭാ ചരിത്രകാരനായ കാർത്തേജിലെ തെർത്തുല്യനെയും മറ്റ് ആദ്യകാല സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മതസ്വാതന്ത്ര്യത്തിൻ്റെ ക്രൈസ്തവ വേരുകളെ വ്യക്തമാക്കി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഫെബ്രുവരി 5 വാഷിംഗ്ടൺ DC-യിൽ നടന്ന അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ ഉച്ചകോടിയിലാണ് മതസ്വാതന്ത്ര്യത്തിൻ്റെ ക്രൈസ്തവ വേരുകളെ സഭാപഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ വാൻസിൻ്റെ പരാമർശങ്ങൾ ആഗോള ശ്രദ്ധ നേടി. ആഭ്യന്തര അന്തർദേശീയ തലങ്ങളിൽ മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി രണ്ടാം ട്രംപ് ഭരണകൂടം പോരാടുന്നത് തുടരുമെന്നും അദ്ദേഹം പ്രസംഗാവസരത്തിൽ പ്രതിജ്ഞ ചെയ്തു. ആഗോള മതസ്വാതന്ത്ര്യ നേതാക്കളെയും അഭിഭാഷകരെയും ലോകമെമ്പാടുമുള്ള മതസ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന സിവിൽ സൊസൈറ്റി അഭിനേതാക്കളുടെ വൈവിധ്യമാർന്ന കൂട്ടായ്മയെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന വാർഷിക ദ്വിതീയ പരിപാടിയാണ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം സമ്മിറ്റ്. മതസ്വാതന്ത്ര്യത്തിൻ്റെ വേരുകളും അർത്ഥവും പര്യവേഷണം ചെയ്തുകൊണ്ട് ഫെബ്രുവരി 5 വൈസ് പ്രസിഡന്റ് വാൻസ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മതസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിലവിലെ ഭരണകൂടത്തിൻ്റെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞ വാൻസ് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. സഭ ചരിത്രകാരനായ കാർത്തേജിലെ ടെർത്തുല്യൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് മതസ്വാതന്ത്ര്യം ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ കേന്ദ്രീകൃത സങ്കല്പങ്ങളിൽ വേരൂന്നിയതാണെന്ന് വൈസ് പ്രസിഡന്റ് അടിവരയിട്ട് പറഞ്ഞു. അമേരിക്കൻ സ്ഥാപക പിതാക്കന്മാരുടെ ഭൗതിക മുൻഗാമികളായി ആദിമസഭാപിതാക്കന്മാർ സേവനമനുഷ്ഠിച്ചുവെന്നും ആദ്യകാല സഭാപഠനങ്ങൾ അമേരിക്കയിൽ മതസ്വാതന്ത്ര്യം എന്ന ആശയം വികസിപ്പിച്ചെടുക്കാൻ വളരെയധികം സഹായിച്ചുവെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. മതസ്വാതന്ത്ര്യം കേവലം നിയമപരമായ സംരക്ഷണമല്ലെന്നും വിശ്വാസത്തിന് തഴച്ചു വളരാൻ കഴിയുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കലാണെന്നും വാൻസ് വിശദീകരിച്ചു. വിശുദ്ധവും സാർവത്രികവുമായി മതവിശ്വാസം ആളുകളെ ബന്ധിപ്പിക്കുന്നതിലൂടെ അയൽക്കാരോടും സമൂഹങ്ങളോടുമുള്ള മനുഷ്യൻ്റെ പ്രതിബദ്ധതയും ശക്തിപ്പെടുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈന, യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആദ്യത്തെ ട്രംപ് ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങളും വൈസ് പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. രണ്ടാം ട്രംപ് ഭരണകൂടമാകട്ടെ അമേരിക്കക്കാർക്കെതിരായ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ മതപരമായ ആയുധവൽക്കരണം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിൽ അന്യായമായി പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട പ്രൊലൈഫ് പ്രതിഷേധക്കാർക്ക് മാപ്പ് നൽകുകയും ഫെഡറൽ സെൻസർഷിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു. 2019 കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്ന സർക്കാരുകൾക്കും ഇസ്ലാമിക ശക്തികൾക്കും ക്രൈസ്തവ പീഡനങ്ങൾക്കുമെതിരെ ശക്തമായി വാദിച്ച വ്യക്തിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.